നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ ഇവിടെ വന്നത് സ്വാതിയിൽ നിന്ന് സഞ്ജുവിനെ തട്ടിയെടുക്കാനല്ല. അതിന് സ്വാതിയെ ഇല്ലാതാക്കണമെങ്കിൽ പഠിക്കുന്ന കാലത്ത് എനിക്കത് ചെയ്യായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ഈ നാട്ടിൽ കാല് കുത്താതെ തന്നെ സ്വാതിയെ ക്ലീനായി ഒഴിവാക്കിയിട്ട് പെട്ടെന്ന് സഞ്ജുവിന്റെ മുന്നിൽ എനിക്ക് പ്രത്യക്ഷപ്പെടാമായിരുന്നു. പക്ഷെ സഞ്ജുനെ അത് ചെയ്തില്ല. സഞ്ജു നിന്റെ കഴുത്തി താലി കെട്ടിയപ്പോ തന്നെ സഞ്ജുവിന്റെ ജീവിതത്തിൽ നിന്നും സ്വാതി ഫ്രെയിം ഔട്ടായി. പിന്നെ ഞാൻ സഞ്ജുവിനെ തേടിയെത്താൻ ശ്രമിക്കുന്നതിൽ ഒരു കുറ്റബോധവും ഞാൻ കാണുന്നില്ല. എന്റെ പ്രതിയോഗി നീയാ. എന്റെ മമ്മി ചെയ്തതിലും വലിയ തെറ്റാ നീ സ്വാതിയോട് ചെയ്തത്. നിന്റെ ഭർത്താവ് സഞ്ജു ആണെന്ന് അറിഞ്ഞാ മതി സ്വാതി ആത്മഹത്യ ചെയ്യാൻ. പിന്നെ എന്തിന് ഞാൻ മമ്മിയെ കൊണ്ട് അവളെ കൊല്ലിക്കാൻ ശ്രമിക്കണം? നിന്നെ ജീവനെ പോലെ സ്നേഹിച്ച എത്ര പേരുണ്ടടി മംഗലശ്ശേരിയില്. സഞ്ജുവിന്റെ അമ്മ, മുത്തശ്ശൻ, മുത്തശ്ശി, സ്വാതിയുടെ അച്ഛനമ്മമാർ, അവരെ എല്ലാവരെയും ചതിക്കല്ലടി നീ. എന്നിട്ട് മംഗലശ്ശേരി കുടുംബത്തിന് നന്മ ചൊരിയുന്ന ദേവതയായി ഭാവിക്കുന്നു. ഒരു കുടുംബത്തിൽ കയറിപ്പറ്റി ആ കുടുംബത്തെ തന്നെ ചുട്ടിരിക്കാനാണ് നീ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയാ സ്വാതിയെ സ്വാധീനിച്ച് നീ ആ വീട്ടിൽ കയറിപ്പറ്റിയത്. സ്വാതിയെ എനിക്ക് നന്നായിട്ട് അറിയാടി. ആരെയും വെറുക്കാനുള്ള മനസ്സ് അവൾക്കില്ല. എനിക്ക് സഞ്ജുവിനെ വേണമെന്നൊരു വാക്ക് സ്വാതി പറഞ്ഞ ആ നിമിഷം സഞ്ജന കളം വിടും. അവൾ എഴുന്നേറ്റാ വിവാഹത്തിൽ നിന്ന് പിന്മാറുമെന്ന് ഞാൻ പറഞ്ഞത് അവളെ എനിക്ക് ഇഷ്ടമായതുകൊണ്ടാ. നിനക്ക് എന്ത് ക്വാളിറ്റി ഉണ്ടടി? സഞ്ജുവിനെ സംബന്ധിച്ച് ആ സത്യം മറച്ചു വെച്ചേ പറ്റൂ. പക്ഷെ നിന്റെ കാര്യം അങ്ങനല്ല. നീ രണ്ടു കാലം ഇല്ലാത്ത സ്വാതിയെ ഒരു ചതുപ്പില് ചവിട്ടി താഴ്ത്തുക. ഇത്രയും കാലം ചേച്ചിന്ന് വിളിച്ചതില് ഒരു തരി ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇനി സ്വാതിയുടെ പിന്നാലെ നീ നടക്കരുത്. നീ കൊണ്ടു നടന്ന് അവളെ മരണത്തിന് എറിഞ്ഞു കൊടുക്കാനാ പോകുന്നത്. ഒരു പക്ഷെ കാലുകൾ പറഞ്ഞ സമയത്ത് മുറിക്കാൻ കഴിഞ്ഞെങ്കിൽ ഇനിയും ആ പാവം കൂടുതൽ കാലം ജീവിച്ചേനെ. പക്ഷെ നിന്റെ ലക്ഷ്യം അവളുടെ മരണമാണ്. നിന്റെ മുന്നിൽ എന്റെ മമ്മി ഒന്നുമല്ല. ഞാൻ എന്റെ മമ്മി അടക്കി നിർത്തിയിരിക്കാം. ഇനി നിനക്ക് ഞാൻ തന്നെ കടിഞ്ഞാനിടണം. അതെന്റെ കടമയാ. നീ ഒന്നും നേടാൻ പോകുന്നില്ലടി. നിന്നെ സഞ്ജന അതിന് സമ്മതിക്കില്ല. നീ ഈ ചെയ്ത പാപങ്ങൾ ഏത് പുണ്യത്തിൽ കുളിച്ചാലും തീരുന്നതല്ല. ഇനിയെങ്കിലും സ്വാതി അവളുടെ വഴിക്ക് വിട്ടിട്ട് നീ ഏതെങ്കിലും നരകത്തിലേക്ക് പോയില്ലെങ്കിൽ നിന്നെ ഞാൻ തുറന്നു കാട്ടും. നിന്നോട് ഇത്രയും പറയണമെന്ന് എനിക്ക് തോന്നി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.